മനുഷ്യൻ മനുഷ്യനെ തിരിച്ചറിയാത്ത ഹീനതയും അന്ധതയും നമ്മുടെ സമൂഹത്തിൽ വ്യാപിച്ചെന്ന് ചിദാനന്ദപുരി സ്വാമികൾ. എന്നാൽ അവിടെ പ്രകാശദീപങ്ങൾ ഉണ്ടായിരുന്നുവെന്നും അവ ധർമ്മത്തെ ഉയർത്തിപ്പിടിക്കുകയും ചെയ്തു. അതുകൊണ്ട് മുഴുവൻ അന്ധകാരത്തിലായിരുന്നില്ല എന്നും അതിനുദാഹരണമാണ് വിവേകാനന്ദ സ്വാമികൾ. ഹൈന്ദവ പ്രസ്ഥാനങ്ങൾ ചെയ്യുന്ന സേവന പ്രവർത്തനങ്ങൾ ഏറെയാണെന്നും അത് കൊട്ടിഘോഷിക്കാറില്ല എന്നും അദ്ദേഹം പറഞ്ഞു. എത്ര കടകൾ, എത്ര സ്ഥാപനങ്ങൾ ഇന്ന് ഹിന്ദുവിൻ്റെതായിട്ടുണ്ട്, ഇന്നലെകളിൽ എത്ര ഉണ്ടായിരുന്നു. ഇതെന്തിനു പറയുന്നു എന്ന് ചോദിച്ചാൽ, ഏത് കുടുംബമാണോ, ഏത് സമാജമാണോ സാമ്പത്തികമായി താഴേക്ക് പോകുന്നത്, അവർ ചവിട്ടി മതിക്കപ്പെടും മറ്റുള്ളവരാണ്. ഒരു സംശയമില്ല. സാമ്പത്തികമായി താഴോട്ട് പോയി കഴിഞ്ഞാൽ വിധേയരാകേണ്ടി വരും, ആശ്രിതരാകേണ്ടി വരും. വിധേയന്, ആശ്രിതന് വ്യക്തിത്വമില്ല. അതുകൊണ്ടൊരു സമാജം മുന്നോട്ട് പോകണമെങ്കിൽ ഏറ്റവും ആദ്യം വേണ്ടത് സാമ്പത്തിക ഭദ്രതയാണ്. അതുകൊണ്ട് എവിടെയൊക്കെ യോജിക്കാൻ പറ്റുമോ അവിടെയൊക്കെ യോജിക്കുക.